കിലോഗ്രാമിലധികം പച്ചക്കറിയാണ് കാത്തിയുടെ തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് വിശക്കുന്നവർക്ക് അന്നമായി തീരുന്നത്. ഇന്നേ ദിവസം ലോകത്ത് 92 കോടിയിലധികം ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നാണ് കണക്ക്. പട്ടിണി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് ഓരോ 13 സെക്കൻഡിലും ഒരു കുട്ടി ഇന്ന് ലോകത്ത് മരിച്ചു വീഴുന്നു. നമുക്ക് നോക്കാം, ആരാണ് കാത്തി? എന്താണ് കാത്തിയുടെ പച്ചക്കറിത്തോട്ടങ്ങൾ? സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു പച്ചക്കറി തൈയുമായി ഒരു പെൺകുട്ടി അവളുടെ ഗാർഡനിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവൾക്ക് പ്രായം 9 വയസ്സ്. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ ടീച്ചർ നൽകിയ ഒരു ചെറിയ ക്യാബേജ് തൈയാണ് കയ്യിലുള്ളത്. അവളത് സന്തോഷത്തോടെ തന്റെ തോട്ടത്തിൽ നട്ടുവെച്ചു. അതിനെ നന്നായി പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. അതിന് ഫലവും ഉണ്ടായി. 18 കിലോയിലധികം തൂക്കമുള്ള ഒരു ക്യാബേജ്. അതെന്ത് ചെയ്യണം എന്നുള്ളത് ക്യാത്തിക്ക് സംശയമില്ലാത്തൊരു കാര്യമായിരുന്നു. അവൾ അത് അടുത്തുള്ള പാവങ്ങൾക്കും വിശക്കുന്നവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സംഘടനയെ ഏൽപ്പിച്ചു. അത് അവിടെയുള്ള ലോക്കൽ സൂപ്പ് കിച്ചണുകളായിരുന്നു. ഒരു ചെറിയ ക്യാബേജ് കൊണ്ട് 275 പേരോളം ആളുകളുടെ വിശപ്പ് അടക്കാനാകുമെന്ന് ക്യാത്തി മനസ്സിലാക്കിയപ്പോൾ ഒരു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് എത്രത്തോളം ആളുകളുടെ വിശപ്പിനെ ഇല്ലാതാക്കാനായി കഴിയും എന്ന് കാത്തി ചിന്തിച്ചു. അവർക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് വെറും 9 വയസ്സുള്ള ഒരു പെൺകുട്ടി ചിന്തിക്കുകയാണ്. അവിടെ നിന്നാണ് കാത്തീസ് ക്രോപ്സിന്റെ ആരംഭം. മെയ് 2008 ബുധനാഴ്ച അവൾ തന്റെ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയിട്ടുള്ള കാത്തീസ് ക്രോപ്സ് ആരംഭിച്ചു. കാത്തീസ് ക്രോപ്സിന്റെ ലക്ഷ്യം ലോകത്ത് മനുഷ്യരാരും പട്ടിണി കിടക്കരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു. അവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ലോക്കൽ സൂപ്പ് കിച്ചണുകൾ ഫണ്ടിങ്ങിന്റെ അഭാവത്താൽ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്ന സമയത്ത് കാത്തീസ് ക്രോപ്സ് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനായി തുടങ്ങി. അങ്ങനെ അവർ ആരംഭിച്ച പുതിയ പ്രവർത്തനമായിരുന്നു സിറ്റ് ഡൗൺ ഡിന്നർ. ഓപ്പൺ ടു എനിവൺ എന്നു പറഞ്ഞുകൊണ്ട് ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന സിറ്റ് ഡൗൺ ഡിന്നറിലൂടെ കാത്തീസ് ക്രോപ്സ് വളരാനായി തുടങ്ങി. 150 മുതൽ 200 വരെ ഭക്ഷണ പദാർത്ഥങ്ങൾ അവളുടെ സിറ്റ് ഡൗൺ ഡിന്നറിലൂടെ ആളുകളിലേക്ക് എത്തിയിരുന്നു. ആ സമയത്താണ് കോവിഡ് ലോകത്തെ കീഴടക്കുന്നത്. എല്ലാ മേഖലകളെയും എന്നതുപോലെ കാത്തിയുടെ പുതിയ സംരംഭത്തെയും കോവിഡ് വളരെയധികം ബാധിച്ചു. സിറ്റ് ഡൗൺ ഡിന്നറുകൾ ചുറ്റുവട്ടത്തുള്ള ആളുകളെ മുഴുവൻ ഒന്നിച്ചുകൂട്ടി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. കോവിഡ് വന്നു കഴിയുമ്പോൾ അത് സാധ്യമല്ലല്ലോ. അങ്ങനെ എന്തു ചെയ്യാം എന്നുള്ള ആലോചനയിൽ ബോക്സ്ഡ് ഫുഡ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് അവർ എത്തുകയുണ്ടായി. അങ്ങനെ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ആളുകളിലേക്ക് അവർ എത്തിക്കാനായി തുടങ്ങി. 150 മുതൽ 200 വരെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സിറ്റ് ഡൗൺ ഡിന്നറുകളിൽ നിന്ന് കാത്തിയുടെ കിച്ചണുകൾ 600 മീൽസ് വരെ ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ച് ആളുകളിലേക്ക് നൽകുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടു. ഓർക്കണം, ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉണ്ടായത് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ 9 വയസ്സുകാരിക്ക് കിട്ടിയ ആ ഒരൊറ്റ ക്യാബേജിൽ നിന്ന് തുടങ്ങിയതാണ്. ഒരു ചെറിയ ക്യാബേജിന്റെ വിത്തിൽ നിന്ന് ലോകത്തുള്ള സകല മനുഷ്യരെയും അന്നമൂട്ടണമെന്നുള്ള ചിന്തയിലേക്ക് വളർന്നു വന്ന ഒരു പെൺകുട്ടിയുടെ കഥ. കാത്തീസ് ക്രോപ്സിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. കാത്തീസ് ക്രോപ്സിന്റെ കർഷകർ 7 മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ളവരാണ്. ഒരു കുട്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാത്തീസ് ക്രോപ്സിന്റെ ഗാർഡനറായി മാറാൻ കഴിയുകയുള്ളൂ, ഒരു കർഷകനായി മാറാൻ കഴിയുകയുള്ളൂ. കാത്തീസ് ക്രോപ്സിന്റെ ഷെഫ്സ്, പാചകക്കാരെല്ലാം ഹൈസ്കൂൾ കുട്ടികളാണ്. ലോകമുള്ള മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന ആശയം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക കൂടിയാണ് കാത്തീസ് ക്രോപ്സ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മാർച്ച് 2021 ആരംഭിച്ച കാത്തീസ് ക്രോപ്സ് ഔട്ട്ഡോർ ക്ലാസ് റൂമുകളാണത്.
മനോഹരമായ ഒരു ഗാർഡനിൽ ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാനായി കഴിയുക. ഈ പാഠം എന്നുള്ളത് ചുറ്റുമുള്ള പ്രകൃതിയാണ്. ജീവിതത്തെ സംബന്ധിക്കുന്ന വസ്തുതകളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. കാറ്റീസ് ക്രോപ്സിന്റെ ഇന്നത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും. കാരണം വളരെ ചെറിയ രീതിയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് കാറ്റീസ് ക്രോപ്സിന് 100-ലേറെ വെജിറ്റബിൾ ഗാർഡനുകൾ ഉണ്ട്. അതുമാത്രമല്ല, USA-യുടെ 30 സ്റ്റേറ്റുകളിൽ കാത്തിയുടെ ഗാർഡനുകൾ പടർന്നു പന്തലിക്കുന്നു. ആഫ്രിക്കയിലുമുണ്ട് കാത്തിക്ക് പിടിപാട്. അവിടെയും 2 ഗാർഡനുകൾ കാത്തിയുടേതായുണ്ട്. 18 കിലോയിലധികം തൂക്കമുണ്ടായിരുന്ന ആ ക്യാബേജില്ലേ, ആ ക്യാബേജ് മുതൽ ഇങ്ങോട്ടേക്ക് 500,000 പൗണ്ട്സ് വെജിറ്റബിൾസ് കാത്തീസ് ഗാർഡൻ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു. അത് ലോകമെങ്ങുമുള്ള വിശക്കുന്നവർക്ക് അന്നമായി മാറി. 40,000-ഓളം മീൽസ് അവർ പാവങ്ങൾക്കായി വിതരണം ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും കാത്തീസ് ക്രോപ്സ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. കാത്തീസ് ക്രോപ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊക്കെ കയറി നോക്കുക. വെറും 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഉദിച്ച ചെറിയൊരു കാര്യം, ഒരു കുഞ്ഞു ക്യാബേജിന് അല്ല, അവളുടെ ചിന്താഗതിയോളം വലിപ്പമുണ്ടായിരുന്ന ആ ക്യാബേജിന് ലോകത്തെ മാറ്റിമറിക്കാനാകും എന്ന വസ്തുത. ചെറിയ ചില തുടക്കങ്ങളാണ് അതിമനോഹരമായ ചില കടന്നുപോകലുകളുടെ ആരംഭം എന്ന് കാത്തി ഓർമ്മിപ്പിക്കുന്നു. ആസ് ഷീ സെഡ്, ഗ്രേറ്റ് തിങ്സ് grow from humble beginnings. One small change can be a catalyst for great change. കാത്തി പറയുന്നുണ്ട്, എന്റെ ജീവിതം ഒരിക്കലും ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇനി ഇങ്ങനെയല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ കാത്തിയുടെ ഗാർഡനുകൾ ഇന്ന് ലോകത്തെ അന്നമൂട്ടുന്നു. കാത്തി സ്റ്റാഗ്ലിയാനോ ലോകത്ത് കാണിച്ചു കൊടുക്കുന്ന ആ വലിയ പാഠം. ഇന്ന് 1500 കിലോഗ്രാമിലധികം പച്ചക്കറിയാണ് കാത്തിയുടെ തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് വിശക്കുന്നവർക്ക് അന്നമായി തീരുന്നത്. താങ്ക് യു.